കോൺഗ്രസ് ജയിച്ചാൽ UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കണ്ടെത്തുക? ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA മാർ യോഗം ചേർന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഭൂരിപക്ഷ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡ് അത് അംഗീകരിക്കും. ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു അത്. ഏറ്റവും ഒടുവിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു, UDF പരാജയപ്പെടുന്നു. കോൺഗ്രസ് MLA മാർ യോഗം ചേർന്നു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ. പ്രതിപക്ഷ നേതാവായി ഭൂരിപക്ഷം MLA മാരും പേര് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് അത് വെട്ടുകയും VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ MLA മാരുടെ ഭൂരിപക്ഷ തീരുമാനം ഒരിക്കലും നടപ്പാകാറില്ല എന്നർത്ഥം. ആരാണ് തീരുമാനിക്കുക? ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എങ്ങനെയാണ് തീരുമാനിക്കുക? കേരളത്തിലെ MLA മാരിൽ നിന്ന് അഭിപ്രായം തേടും. അതോടൊപ്പം തന്നെ വിവിധ സാമൂഹിക സംഘടനകൾ, മത സാമുദായിക സംഘടനകൾ അവരുമായും ഒക്കെ ആശയവിനിമയം നടത്തും. അങ്ങനെ ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ സമുദായ സംഘടനകൾ ആരുടെ പേരാണോ പറയുന്നത് ആ പേരിനായിരിക്കും ഹൈക്കമാൻഡ് മുന്തിയ പരിഗണന നൽകുക. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴേ തന്നെ ചരടുവലി തുടങ്ങിയിട്ടുണ്ട്. ഏത് വിധത്തിൽ സാമുദായിക നേതാക്കളുടെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ ദൂതന്മാരെ അയച്ചു തുടങ്ങി. വലിയ ഓഫറുകളാണ് മുന്നോട്ട് വെക്കുന്നത്. തങ്ങളുടെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടാൽ ഹൈക്കമാൻഡ് ഉറപ്പായും അഭിപ്രായം ആരായും. അപ്പോൾ ഞങ്ങളുടെ നേതാവിൻ്റെ പേര് പറഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്തു തരാം, ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം. ഇതാണ് ഓഫർ. വൻ ഓഫറാണ് ഓരോ സാമുദായിക സംഘടനകൾക്ക് മുന്നിലും വെക്കുന്നത്. അതിൽ ഹിന്ദു സംഘടനകളുണ്ട്, ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുമുണ്ട്. ദൂതന്മാർ മാറി മാറി പോവുകയാണ് സാമുദായ നേതാക്കളെ കാണാൻ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വൻ ഓഫറുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഏതാണ്ട് ഉറപ്പായി. ആദ്യത്തെ ഒരു മാസം മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചർച്ചയായിരിക്കും. ആദ്യത്തെ ഒരു മാസം. പിന്നീട് മന്ത്രിമാർ ആരായിരിക്കണം എന്ന ചർച്ച. അത് ഒരു മാസത്തിൽ തീരില്ല. ആദ്യം ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ എന്ന് തീരുമാനിക്കണം. കഴിഞ്ഞ തവണ 5 മന്ത്രിമാരാണ് മുസ്ലിം ലീഗിന് നൽകിയത്. 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം 5-6 മാസം നീണ്ടു നിന്നിരുന്നു കേരളത്തിൽ. സാമുദായിക ധ്രുവീകരണത്തിന് പോലും ഇടയാക്കിയ ചർച്ചയായിരുന്നു. ഇത്തവണ 5 പോരാ, കൂടുതൽ വേണം എന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കും. ഞങ്ങൾ മുന്നോട്ട് വെക്കില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് തരും. ഇതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ മന്ത്രിമാരെ ലഭിക്കണം എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നർത്ഥം. അതിൽ ഒരു ഉപമുഖ്യമന്ത്രി കൂടി വേണം എന്ന ആവശ്യവും മുന്നോട്ട് വെക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ ഒരു ആവശ്യവും ഉന്നയിക്കില്ല എന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞാലും അത് ആവശ്യപ്പെടും, മുന്നോട്ട് വെക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം മറ്റ് ഘടകകക്ഷികൾക്ക് ഓരോ മന്ത്രിമാരെ 2 മന്ത്രിമാരെ വീതം നൽകിയതിനു ശേഷം എത്ര മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസിൽ ലഭിക്കുക? ആകെ ലഭിക്കാൻ പോകുന്നത് 10 മന്ത്രിസ്ഥാനമായിരിക്കും. അതല്ലെങ്കിൽ 11, 12, അതല്ലെങ്കിൽ 8, 9 ഇതായിരിക്കാം മൊത്തം നടക്കുക. 10 നമുക്ക് ഉറപ്പിക്കാം. ഈ 10-ൽ വിവിധ സമുദായ സംഘടനകളുടെ താല്പര്യമുണ്ടാകും. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മന്ത്രിമാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വകുപ്പ് വിഭജനം അത് അതിനേക്കാളും വലിയ കീറാമുട്ടിയായി കോൺഗ്രസിൻ്റെ UDFന്റെ മുന്നിൽ നിൽക്കും. മന്ത്രിമാർക്ക് സുപ്രധാന വകുപ്പ് തന്നെ വേണം. മുസ്ലിം ലീഗ് കയ്യിൽ വെക്കുന്ന ഒരു വകുപ്പ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. കേരള കോൺഗ്രസിൻ്റെ സ്വന്തമാണ് ധനകാര്യ വകുപ്പ്. അത് വിട്ടുകൊടുക്കുമ്പോൾ ധനകാര്യമന്ത്രിയായി VD സതീശൻ വരണം എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് UDF ഘടകകക്ഷി നേതാക്കളും പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലും അതുണ്ട്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ നടപ്പാക്കണമെങ്കിൽ അസാധ്യമായ കഴിവുകളുള്ള ആളുകൾ വരണം, അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതെടുക്കാൻ കഴിയുന്ന നേതാവ് VD സതീശൻ മാത്രമേ ഉള്ളൂ എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് ധനകാര്യമന്ത്രിയായി VD സതീശനെ ഇപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ. എന്തായാലും തർക്കം തുടരുമെന്നർത്ഥം. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മാസം മന്ത്രിസഭ ഉണ്ടാകില്ല. 6 മാസം വരെ ഉറപ്പാണ് തമ്മിലടിയായിരിക്കും നടക്കുക. അതാണ് വരാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ ഓഫറുകൾ
പോകുന്നുണ്ട് സമുദായ സംഘടനാ നേതാക്കൾക്ക് മുന്നിലേക്ക്. അതൊക്കെ നടപ്പാക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യവും നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഓഫറുകളുടെ പെരുമഴയാണ് എന്നാണ് സമുദായ സംഘടനകളുടെ നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് സ്വകാര്യമായി പറയുന്നത്. ഇന്ന നേതാവ് വന്നിട്ടുണ്ട്, ഇന്ന നേതാവ് വിളിച്ചിട്ടുണ്ട്, ഇന്ന ഓഫറാണ് നൽകിയത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഓഫറുകളുടെ വിശദാംശങ്ങളും പുറത്തു വരും.